നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകളാണ് സമീപകാല സംഭവ വികാസങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സംസ്ഥാന ഭരണകൂടവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേരിടുന്ന വെല്ലുവിളികൾ കേവലം ഭരണപരമായ തടസ്സങ്ങളല്ല, മറിച്ച് മുന്നണിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ രണ്ടാം ഊഴത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചാണ്. ഭരണപരമായ തീരുമാനങ്ങളിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാത്തതും ക്യാപ്റ്റൻ എന്ന പ്രതിച്ഛായയിലേക്ക് അധികാരം പരിമിതപ്പെടുത്തുന്നതുമൊക്കെ തന്നെ മുന്നണിക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണി എന്ന ശക്തമായ കപ്പലിനെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ മുന്നണിക്കുള്ളിലെ വിയോജിപ്പുകൾ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും തെരുവിലേക്ക് ഇപ്പോൾ പരസ്യമായ വാദപ്രതിവാദങ്ങളിലേക്കുമൊക്കെ തന്നെ നീങ്ങിയിരിക്കുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള പോര് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണ് പരാജയത്തിന് കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അത് സംഘടനാപരമായ വീഴ്ചയാണെന്ന് സ്ഥാപിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. ഈ തർക്കങ്ങൾ അത് കേവലം തെരഞ്ഞെടുപ്പ് വിശകലനത്തിനപ്പുറമായിട്ട് മുന്നണിയുടെ ഭാവി നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുണ്ടായ പരസ്യമായ അഭിപ്രായ ഭിന്നതകൾ ഇതിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വിവാദ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ച വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക വാഹനത്തിൽ യാത്രയാക്കിയത് വഴി മുഖ്യമന്ത്രി വലിയൊരു പ്രോട്ടോകോൾ ലംഘനവും മതേതര നിലപാടിലെ പാളിച്ചയും വരുത്തിയെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. എന്നാൽ ഈ വിമർശനത്തെ വസ്തുതാപരമായിട്ട് നേരിടുന്നതിന് പകരം അതിനെ തള്ളിക്കളയുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾ അപ്രസക്തമാണെന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വ്യക്തിപരമായ ഒരു മറുപടിയായല്ല, മറിച്ച് CPI എന്ന പ്രധാന ഘടകകക്ഷിയോടുള്ള അവജ്ഞയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. ഭരണനിർവഹണത്തിൽ ജനാധിപത്യപരമായ വികേന്ദ്രീകരണം നഷ്ടപ്പെടുന്നു എന്ന ആക്ഷേപം അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് സമീപകാലത്തെ പല തീരുമാനങ്ങൾ. മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് സകല അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെടുകയും മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും ഘടകകക്ഷികൾക്കും വെറും നോക്കുകുത്തികളായിട്ട് മാറേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തന്നെ ആരും തിരുത്താനായിട്ട് മുതിരേണ്ടതില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ശൈലി മുന്നണിക്കുള്ളിലെ സ്വാഭാവികമായ ചർച്ചകളെയും തിരുത്തൽ പ്രക്രിയകളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്നു. ഇത് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുകയും താഴെത്തട്ടിലുള്ള അണികളിൽ വലിയ നിരാശ പടർത്തുകയും ചെയ്യുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ജനകീയ മുഖമായിരുന്ന KK ശൈലജ ടീച്ചറെ പോലെയുള്ള നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നുമൊക്കെ ഒരുപോലെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാക്കളെ തടഞ്ഞുകൊണ്ട് ഒരാളിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാം ഊഴത്തിന് ലക്ഷ്യമിടുന്ന CPM ഇപ്പോൾ പിണറായി വിജയനെ തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും നേതൃമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യമായ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതകൾക്ക് മുന്നിൽ പലപ്പോഴും ഇത്തരം ജനകീയ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-നുള്ളിലും CPM-നുള്ളിലും ഒരു രഹസ്യ വോട്ടിംഗ് നടത്തിയാൽ അത് നിലവിലെ നേതൃത്വത്തിന് അനുകൂലമാകാൻ സാധ്യത കുറവാണെന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുന്നണിയിൽ നിന്ന് അകലുന്നതുമൊക്കെ തന്നെ ഗൗരവകരമായി തന്നെ പരിഗണിക്കേണ്ട പ്രധാന വിഷയങ്ങളാണ്. വരാനിരിക്കുന്ന കാലയളവിൽ 2 ടൈം നിബന്ധനകളിൽ ഇളവ് വരുത്തി KK ശൈലജയെ പോലെയുള്ള ഒരു നേതാവിന് അവസരം നൽകിയാൽ മാത്രമേ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ നിന്ന് പ്രസ്ഥാനത്തിലേക്കും ജനാധിപത്യത്തിലേക്കും അധികാരം തിരിച്ചെത്താത്ത പക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയായിരിക്കും എന്നതിൽ തർക്കമില്ല.